എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതായത് സിലബസൊക്കെ നല്ല പാടായിട്ടാണ് വരുന്നത് അല്ലേ. ഇപ്പം 100 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിബുദ്ധിമാന്മാരായ 10 കുട്ടികൾക്ക് മാത്രമേ ഈ സിലബസൊക്കെ ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ശരാശരി പഠിക്കുന്ന കുട്ടിയൊക്കെ അവർ പഠിക്കുന്ന ഭാഗത്തു നിന്നായിരിക്കുകയില്ല ക്വസ്റ്റ്യനൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമതേ ഒരു അധിക സമയം ഇരുന്ന് പഠിക്കാനൊക്കെ മടി കാണിക്കുന്നു. അപ്പോൾ ആ മടി കാണിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ള സമയത്തെ നിയന്ത്രിക്കണം. അതിനെ നമുക്ക് വരുതിയിൽ നിർത്തണം. അങ്ങനെ നാം സമയത്തിൻ്റെ യജമാനന്മാരായി മാറണം. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും. സമയം ഒരു ധനമാണ്. അത് ധൂർത്തടിച്ച് കളയരുത്. അതുകൊണ്ട് തന്നെ ചിട്ടയോടും ആസൂത്രണത്തോടും കാര്യക്ഷമമായും സമയത്തെ വിനിയോഗിക്കാൻ ശീലിക്കണം. നമ്മുടെ സമയം എപ്പോൾ എങ്ങനെ ചോർന്നു പോകുന്നുവെന്ന് കണ്ടെത്താനും ചോർച്ച നമ്മൾ തടയുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ സമയനഷ്ടത്തിൻ്റെ പേരിൽ വേവലാതിപ്പെടാൻ ഇടവരില്ല. സമയം തികയുന്നില്ല എന്ന പരാതിയും ഒക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പം നമ്മൾ എല്ലാം കൃത്യമായിട്ട്, അതായത് നിയന്ത്രണം ഏർപ്പെടുത്തുക. ആ സമയം വിനിയോഗിക്കുന്നതിന് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടാകണം. ഇത്ര സമയം ഇത്ര പഠിക്കുന്നു. അതായത് മറ്റൊരാൾ നമ്മുടെ സമയം അപഹരിക്കാതിരിക്കാൻ നോക്കണം. നിങ്ങളുടെ സമയം അവരെ അപഹരിക്കാൻ വരുന്നവരിൽ നിന്ന് അവരെ അകറ്റി നിർത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ചെയ്യണം, അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യുക. പോയ സമയത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതിരിക്കുക. കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തുക. സമയമില്ലായ്മയുടെ പേരിൽ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്വന്തം കാര്യങ്ങൾ നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രകൃതി ഒന്ന് നോക്കിയേ. അവിടെ ഒരു സമയവും ക്രമീകരണവും ഒക്കെ നമുക്ക് എപ്പോഴും കാണാം. രാവും പകലും കൃത്യമായി മാറി വരുന്നു. വേനലും വർഷവും മഞ്ഞും കാറ്റും വെയിലും ഒക്കെ ക്രമം തെറ്റാതെ വരുന്നു അല്ലേ. നേരം പുലരുമ്പോൾ പക്ഷികളും മൃഗങ്ങളും ഒക്കെ സജീവമാകുന്നു. ഇവ ഇര തേടുന്നു. രാത്രിയാകുമ്പോൾ പക്ഷികളോ ചെക്കേറുന്നു. മൃഗങ്ങൾ തീറ്റ മതിയാക്കി വാസസ്ഥലത്തിലെത്തുന്നു. അവയ്ക്ക് യാതൊരു അല്ലലുമില്ല, അനാവശ്യ ചിന്തകളുമില്ല. പക്ഷെങ്കിൽ എല്ലാ വിവരങ്ങളും വിശേഷ ബുദ്ധിയുമുള്ള മനുഷ്യന് മാത്രം സമയം ഒന്നിനും തികയുന്നില്ല. അതെന്താണ് കാര്യം? കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ നല്ല ദിനചര്യ ചെയ്യാൻ വിദ്യാർത്ഥികളെ അമ്മമാർ പഠിപ്പിച്ചെടുക്കണം.